പ്രതിപക്ഷത്തിന്റെ കടുത്ത പ്രതിഷേധത്തിനിടെയാണ് ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. പ്രതിപക്ഷ അംഗങ്ങൾ ആഭ്യന്തരമന്ത്രിക്ക് നേരെ ബില്ലുകൾ കീറിയെറിഞ്ഞു. കയ്യാങ്കളിയായതോടെ 50ഓളം മാർഷൽമാരെ കവചമാക്കിയാണ് അമിത്ഷാ അവതരണം പൂർത്തിയാക്കിയത്. നാടകീയ രംഗങ്ങൾക്കിടെയാണ് ഭരണഘടനാ ഭേദഗതി ബില്ല് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിച്ചത്. പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് ഒന്നാം നിരയിൽ നിന്നും മൂന്നാം നിരയിലിരുന്നാണ് മന്ത്രി ബില്ല് അവതരണം നടത്തിയത്. ഇതോടെ പ്രതിപക്ഷം ബില്ല് അമിത്ഷാക്ക് നേരെ കീറിയെറിഞ്ഞു. തൃണമൂൽ കോൺഗ്രസ് അംഗങ്ങളും കെ.സി. വേണുഗോപാലും ഉൾപ്പെടെയാണ് ബില്ല് കീറിയെറിഞ്ഞത്. പിന്നാലെ പ്രതിഷേധം കനത്തു. മുദ്രാവാക്യം വിളിച്ച് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. രവനീത് ബിട്ടുവും അമിത്ഷാക്ക് മുന്നിൽ നിന്ന് പ്രതിപക്ഷത്തെ തടഞ്ഞു. തുടർന്ന് 50ഓളം മാർഷൽമാർ സഭയിലെത്തി. ഇതോടെ പ്രതിപക്ഷം കൂക്കി വിളിച്ചു. പ്രതിപക്ഷാംഗങ്ങൾ മര്യാദ പാലിക്കണമെന്ന് സ്പീക്കർ നിരന്തരം ആവശ്യപ്പെട്ടു. संसद के अंदर आपका तरीका ठीक नहीं है. आप संसद की मर्यादाओं को तोड़ रहे हैं. ബില്ല് അവതരിപ്പിച്ചതിനു ശേഷം ഇരുപക്ഷവും സ്പീക്കർക്ക് പരാതി നൽകി. അമിത്ഷായെ ആക്രമിച്ചെന്നാണ് ബി.ജെ.പിയുടെ പരാതി. വനിതാ എം.പി. നിതാലി ബാഗിനെ രവനീത് ബിട്ടു മുറിവേൽപ്പിച്ചെന്ന് തൃണമൂൽ കോൺഗ്രസും പരാതി നൽകി. പേപ്പറിനുള്ളിൽ പ്രതിപക്ഷം കല്ല് പൊതിഞ്ഞു കൊണ്ടുവന്നെന്ന് ബി.ജെ.പി ആരോപിച്ചു. അമിത്ഷാ സംസാരിച്ചപ്പോൾ മൈക്ക് പിടിച്ചു തകർക്കാൻ നോക്കിയെന്നും പരാതിയിലുണ്ട്. അംഗങ്ങൾക്കെതിരെ സ്പീക്കർ നടപടിയെടുക്കുന്ന കാര്യം ആലോചിക്കുകയാണ്. രാവിലെ മുതൽ കനത്ത പ്രതിഷേധമാണ് സഭയിലുണ്ടായത്. രാവിലെ സഭ ചേർന്ന ഉടൻ തന്നെ പിരിഞ്ഞു. പിന്നീട് 3 മണിക്കാണ് അമിത്ഷാ ബില്ല് അവതരണം നടത്തിയത്. മീഡിയ 1 ഡൽഹി.